ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആഫ്റ്റർ 3 months ശേഷം ഞാനൊരു വീഡിയോ ഇടാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ മാനേജ്മെന്റ് പ്ലേസ്മെന്റ് ഒക്കെ ആയിട്ട് ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു. അപ്പം വീഡിയോ ഒരു പുതിയ ടോപ്പിക്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഐ ഗോട്ട് സോ മെനി ക്വസ്റ്റ്യൻസ് ഓൺ ഇൻസ്റ്റാഗ്രാം. ഒരുപാട് സ്റ്റുഡൻസ് ആണെങ്കിലും നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ മാക്സിമം പറ്റുന്നവർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ടോപ്പിക്ക് തുടങ്ങുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും മച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് പല സ്റ്റുഡൻസും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഞാൻ അതിലൊരു 11 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തിട്ട് അതിനൊരു പ്രോപ്പർ ടു ബി ഹോണസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാൻ വിചാരിച്ചു. കാരണം ഇപ്പം പറയുന്നതിൽ കുറേ ഉപ്പും മുളകും ചേർത്ത് പറഞ്ഞിട്ട് ലൈക്ക് അവർക്ക് ഇവിടെ വരുമ്പം അവർ ഉദ്ദേശിക്കുന്ന എക്സ്പെക്ടേഷൻ വന്നിട്ട് അത് കിട്ടിയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും. അപ്പോൾ ഇവിടെ എന്താണ് നടക്കണേ അതുപോലെ പറയാം എന്നുള്ള രീതിക്കാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ചു. അതുപോലെ ഇനിയും ഒരുപാട് പേർക്ക് ഇങ്ങനെ ഡൗട്ട് കാണും. അപ്പോൾ അവരെ കൂടി എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതല്ലേ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ യൂട്യൂബിലാണ് വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ഡേ എങ്ങനെ ആയിരിക്കും, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കയറുക, കാണുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഫോളോവേഴ്സ് യൂട്യൂബിലെ വീഡിയോസ് കാണുകയാണെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ എൻ്റെ വ്യൂവേഴ്സും അതുപോലെ സബ്സ്ക്രൈബേഴ്സും എനിക്ക് നല്ല നല്ല കമന്റ് ഇടുന്നവരും നിങ്ങളൊക്കെയാണ് എൻ്റെ വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഇൻസ്പിറേഷൻ. സോ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. UK നഴ്സിംഗ് പഠിക്കാൻ വരുന്നത് ബാച്ചിലേഴ്സ് നഴ്സിംഗ് പഠിക്കാൻ വരുന്നത് വർത്ത് ആണോ അല്ലയോ? സോ ടു ബി ഹോണസ്റ്റ് പറയുവാണെങ്കിൽ UK വന്ന് നഴ്സിംഗ് പഠിക്കുന്നതിനേക്കാളും നല്ലത് നാട്ടിൽ നഴ്സിംഗ് പഠിക്കുന്നതാണ്. നമുക്കൊരു ഇപ്പൊ എത്ര ലക്ഷം, ഏകദേശം ഒരു 5 ലക്ഷത്തിനകത്ത് നമുക്ക് നഴ്സിംഗ് പഠിച്ച് നിർത്താം നമ്മുടെ നാട്ടിലാണെങ്കിലും. അതുപോലെ തന്നെ നാട്ടിൽ 4 വർഷത്തെ BSc ആണെങ്കിലും നമ്മൾ ഭയങ്കര തറവായിട്ടായിരിക്കും നമ്മളെ പഠിപ്പിക്കണേ. നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ UK നഴ്സിംഗ് പഠിച്ചതും UK വർക്ക് ചെയ്യാൻ വന്നത്. എനിക്ക് ചിലപ്പോൾ നാട്ടിൽ വന്ന് നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള അത്രയും കോൺഫിഡൻസ് എനിക്ക് കാണത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഏത് രാജ്യത്ത് പോയി വർക്ക് ചെയ്യാനും ഒരു മടിയും കാണത്തില്ല, ഒരു കോൺഫിഡൻസിന്റെ ഒരു കുറവും കാണത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യലി ആണെങ്കിൽ ഇവിടെ പഠിക്കാനാണെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ ഒരു നല്ല എമൗണ്ട്, അതും ഈ 3 years ബാച്ചിലേഴ്സ് നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഏകദേശം 30 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഞാൻ 3 വർഷം മുന്നേ വന്ന സമയത്തുള്ള ഒരു കണക്കാണ് ഞാൻ ഈ 30 ലക്ഷം പറഞ്ഞത്. ഇപ്പോൾ ആ 3 year കഴിയുമ്പം അല്ലെങ്കിൽ ആ 3 വർഷം കഴിയുമ്പോൾ എത്ര രൂപയായിരിക്കും നിങ്ങൾക്ക് തന്നെ ഊഹിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് മെയിൻ നഴ്സിംഗ്. ഞാൻ എന്തുകൊണ്ട് നാട്ടിൽ പഠിക്കാൻ കുറെ കൂടി നോളജബിൾ ആണ് നാട്ടിൽ പഠിക്കുന്നത്. ഇവിടെ നമ്മളെ നാട്ടിൽ പഠിപ്പിക്കുമ്പോൾ സ്പൂൺ ഫീഡിംഗ് ഒന്നും ഇല്ല, വേണമെങ്കിൽ പഠിക്കുക എന്നുള്ളൊരു സ്കീമാണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പൈസ മുടക്കി വരുന്നത് ഭയങ്കര സീനായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് പഠിക്കാൻ ഇവിടെ ആണെങ്കിലും ഉണ്ട്. അസൈൻമെന്റ്സ് എഴുതാനാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഈ അസൈൻമെന്റ്സിനൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 തവണയൊക്കെ അവർ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരും. എന്നിട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ തിരിച്ചു പോകേണ്ടി വരും. പോയിട്ട് നമുക്ക് ലൈക്ക് 3rd year വീണ്ടും ജോയിൻ ചെയ്യാം. പക്ഷേ ഈ ഒരു എക്സാം ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ട് അടുത്ത ഇൻടേക്കിൽ വീണ്ടും നമ്മൾ ഈ ഒരു ലിവിങ് എക്സ്പെൻസും ഒക്കെ കാണിച്ചിട്ടേ വീണ്ടും വരാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള കടമ്പയാണ്. അതിനേക്കാളും നാട്ടിൽ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. രണ്ടാമത് ഞാൻ ഇതിന്റെ കൂടെ തന്നെ കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നഴ്സുമാർ നാട്ടിൽ നിന്ന് വരുന്നത്. നാട്ടിൽ നഴ്സിംഗ് പഠിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന നഴ്സുമാർക്ക് കംപ്ലീറ്റ്ലി എല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടണത്. അവർക്ക് ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവണില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുമ്പോഴത്തേക്കും നമ്മൾ അറ്റൻഡ് ചെയ്യുക. NHSന്റെ കീഴിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നേഴ്സായിട്ട് വരുന്നതെങ്കിൽ കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് ഫ്രീ ആണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന മെഡിക്കൽ ചെക്കപ്പ് ഉൾപ്പെടെ നമുക്ക് ഇവിടെ വരുമ്പോൾ കംപ്ലീറ്റ് നമുക്ക് റീഫണ്ട് ചെയ്ത് തരും. സോ നാട്ടിൽ നിന്ന് നമ്മൾ എന്ത് പൈസയാണോ നമ്മൾ മുടക്കുന്നത് അതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ റീഫണ്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് നഴ്സുമാർ വരുമ്പോൾ അവർക്കൊരു കുഞ്ഞ് എമൗണ്ട് ഇവരിങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. ആ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് സാലറി വരുമ്പോൾ അവർ അതിന് ഒരു കുഞ്ഞ് എമൗണ്ട് ആയിട്ട് അവർ പിടിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് എമൗണ്ട് അവർ നമുക്ക് തരുന്നുണ്ട്. സോ നഴ്സായിട്ട് നാട്ടിൽ നിന്ന് NHSന്റെ കീഴിൽ വരുന്നവർക്ക് ഇറ്റ് വിൽ ബി എ ബിറ്റ് മോർ ഈസി ആൻഡ് ബെനിഫിറ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. നാട്ടിൽ പഠിച്ച് നഴ്സായിട്ട് കയറി വരുന്നതായിരിക്കും എന്തുകൊണ്ടും ഏത് ആംഗിൾ എടുത്താലും ബെനിഫിറ്റ് കാണുന്നത്. ഇപ്പൊ നോളജബിൾ ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും. ഇപ്പൊ പൈസ അത്യാവശ്യം നല്ല രീതിക്കുള്ള കുട്ടികളാണ് വരുന്നതെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് ഒന്നും പഠിക്കാൻ പ്രശ്നമില്ല. പക്ഷെ ഫിനാൻഷ്യലി കുറച്ച് അൺസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പഠിച്ചിട്ട് ഇവിടെ വരുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നഴ്സുമാരായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് ഏത് ഫീൽഡിലും ആണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഏത് മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിലും ആണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങളപ്പോൾ ഏതാണ് വർത്ത് എന്ന് ഇപ്പോൾ 2 സൈഡ് ഞാൻ പറഞ്ഞു തന്നു. സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നതും നഴ്സായിട്ട് വരുന്നതും ഏതാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്നത്. യു ക്യാൻ ചൂസ് വിച്ച് വൺ യു ലൈക്ക് ഓർ യു വാണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ കറന്റ് ഫീസാണ് അടുത്ത പിള്ളേർ ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഇപ്പം നഴ്സിംഗ് പഠിക്കുന്ന ഫീസ്. ഇപ്പം ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്.
വേറെ യൂണിവേഴ്സിറ്റീസിന്റെ അല്ല, എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ഞാൻ വന്ന സമയത്തെ ഇപ്പോഴത്തെ ഫീസാണ് ഞാൻ പറയണേ. സോ ഞാൻ വന്ന സമയത്ത് 1 ഇയർ 13,000 പൗണ്ടാണ് പെർ ഇയർ അടച്ചുകൊണ്ടിരുന്നത്. അതായത് ഏകദേശം നാട്ടിലെ 13 ലക്ഷം രൂപയാണ് എൻ്റെ ഫീസ് ആയിരുന്നത്. നമ്മുടെ ഇന്ത്യൻ രൂപയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് നമ്മുടെ ഫീസിന്റെ ഒരു ചെറിയ കുറവോ അല്ലെങ്കിൽ കൂടുതലോ ആവാം. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. എന്നിട്ട് ഓരോ വർഷം ഇങ്ങനെ ആണെങ്കിലും എനിക്ക് എൻ്റെ +2ന്റെ മാർക്ക് ബേസിൽ +1 ഇവിടെ GCSE എന്നാണ് പറയുന്നത്. അപ്പോൾ +2ന്റെ മാർക്ക് ബേസിൽ എനിക്ക് വന്നിട്ട് 4 ലക്ഷം രൂപ എല്ലാ വർഷവും സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 10 ലക്ഷം രൂപയായിരുന്നു ഓരോ വർഷം എനിക്ക് ഫീസ് അടയ്ക്കാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആഫ്റ്റർ 3 ഇയേഴ്സ് ഇപ്പോഴത്തെ ഒരു വർഷത്തെ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 18 lakhs ആണ്. ഒരു വർഷത്തേക്ക് 18 ലക്ഷം രൂപ. എൻ്റെ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്താണ് കേട്ടോ ഞാൻ പറയണേ. അപ്പോൾ അതിൽ തന്നെ മാക്സിമം 4 ലക്ഷം രൂപ വരെ ഇപ്പോഴും ഇവര് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതനുസരിച്ച് ആ ഒരു വാല്യൂ കുറച്ചിട്ടായിരിക്കും നമുക്ക് ഫീസ് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കറന്റ് ഉള്ള എമൗണ്ട്. ഫീസ് ഇങ്ങനെയാണ്. മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റിയിലും കുറച്ച് ഇൻക്രിമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് 3 വർഷത്തിനേക്കാളും മുൻപേ ഉണ്ടായിരുന്നതിനേക്കാളും. ബിക്കോസ് നഴ്സിംഗ് ഈസ് ഗെറ്റിംഗ് ഹൈലി ഡിമാൻഡഡ് കോഴ്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ NHSന്റെ കീഴിൽ പല സ്പെഷ്യാലിറ്റിയിൽ പിള്ളേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വേക്കൻസി ഉണ്ടോ എന്ന്. അപ്പോൾ ആ വേക്കൻസി കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. വേക്കൻസി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ NHS ട്രാക്ക് ജോബ്സ് അല്ലെങ്കിൽ NHS ജോബ് എന്ന് പറയുന്ന വെബ്സൈറ്റുകളിൽ കയറിയിട്ട് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ഏതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ഏത് ഫീൽഡിലാണ് അടിച്ചു കൊടുക്കുമ്പോൾ അവിടെയുള്ള പൊസിഷൻസും അതുപോലെ വേക്കൻസീസും വരും. അതിൽ എവിടേക്കാണ് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യണം. ഇപ്പൊ NHSന്റെ വെബ്സൈറ്റ് ആയതുകൊണ്ട് അതൊന്നും ഫേക്ക് സ്കാമോ അല്ല. NHS ട്രാക്കിലോ NHS വെബ്സൈറ്റിലോ കയറി നോക്കുമ്പോഴത്തേക്കും നമുക്ക് സ്പോൺസർഷിപ്പോടുകൂടി ജോബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം ഒരുപാട് പേര് എനിക്ക് ഒരുപാട് ചേച്ചിമാരെ അറിയാം, ലൈക്ക് ദുബായിലൊക്കെ നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ട് അവർ ഡയറക്റ്റ് വേറെ ഏജൻസിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് അവർ തന്നെ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്ലൈ ചെയ്ത് UK ലോട്ട് വന്നവരുണ്ട്. അതുപോലെ തന്നെ ഏജൻസി വഴി വന്ന ഒരുപാട് ഏജ് വരെ ഏജൻസി വഴി വന്നിട്ടുണ്ട് നഴ്സായിട്ട്. ഇപ്പൊ നഴ്സായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും സ്പെഷ്യാലിറ്റിയിലാണ് വർക്ക് ചെയ്തിട്ട് മെഡിക്കൽ ഫീൽഡ് തന്നെ ആണെങ്കിൽ അതും ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് ഏജൻസിയെ സമീപിച്ച് അവരുടെ അടുത്ത് നിന്ന് അഡ്വൈസ് വാങ്ങിച്ച് വരുന്നതായിരിക്കും ബെറ്റർ. കാരണം വേറെ ഫീൽഡ് ആകുമ്പോഴത്തേക്കും എനിക്ക് വലിയ പിടിയില്ല. ലൈക്ക് വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്തവരാണെങ്കിൽ എങ്ങനെയാണ് നാട്ടിൽ നിന്ന് വരുന്നത് എനിക്ക് വലിയ അറിവില്ല. അതുകൊണ്ട് ഏതെങ്കിലും അങ്ങനെയുള്ള ഏജൻസിനെ ട്രൂത്ത് ആയിട്ടുള്ള ഏജൻസിനെ കണ്ടുപിടിച്ച് അവരോട് അഡ്വൈസ് ചോദിച്ച് വരുന്നതായിരിക്കും ഗൈഡൻസ് ഒക്കെ കൂടി വരുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നഴ്സായിട്ട് വരാൻ എന്തൊക്കെ ക്രൈറ്റീരിയാസ് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ പാസ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ്, നാട്ടിൽ പഠിച്ച സ്റ്റുഡൻസ്, നാട്ടിൽ നിന്ന് തന്നെ OETയും CBT ഈ എക്സാംസ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ. ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം അതിന് നമുക്ക് ലൈക്ക് വേറെ ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ പോയാണ് പഠിക്കുന്നത് OET ഒക്കെ. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് അവർ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ അനുസരിച്ചുള്ള മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് UK ലോട്ട് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എക്സാംസ് ഉണ്ട്. ആ എക്സാംസ് എഴുതി നമ്മൾ ഇപ്പോൾ ഏജൻസി വഴിയാണെങ്കിൽ റിക്രൂട്ട്മെന്റ്സ് നടത്തും. അതായത് നമ്മുടെ ഇവിടുത്തെ NHSലെ ഹൈ ബാൻഡിലിരിക്കുന്നവർ നാട്ടിലോട്ട് വന്ന് പല സ്ഥലങ്ങളിലും വന്നിട്ട് അവർ ഇതുപോലെ റിക്രൂട്ട്മെന്റ് നടത്തും, ഇന്റർവ്യൂസ് കൊടുക്കും. ഇന്റർവ്യൂസിൽ പാസ്സാകുന്നവരെ അവർ ഡയറക്റ്റ് ആയിട്ട് ഓഫർ ലെറ്റർ കൊടുത്ത് കയറ്റാണ് ചെയ്യുന്നത്. UK ലോട്ട് വരും. അവർക്ക് വേറെ രീതിയിൽ ഒരു പൈസയും ചിലവോ ഒന്നും ഉണ്ടാകുന്നില്ല. അവർക്ക് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് OSCE ചെയ്യുന്നത്. അത് വലിയൊരു കടമ്പയാണ്. OSCE പലർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും കിട്ടാറില്ല. കിട്ടുന്നവർ ഒരുപാട് പേരുണ്ട്, പക്ഷെ ചിലർക്കൊന്നും കിട്ടാറില്ല. അപ്പം OSCE എഴുതി നമുക്ക് അവർ പറഞ്ഞേക്കുന്ന പീരിയഡിനുള്ളിൽ നമ്മുടെ പിൻ നമ്പർ വന്നു കഴിയണം. പിൻ നമ്പർ അതിന് മുമ്പ് ചിലർ HCA പോലെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ കയറും, ഹോസ്പിറ്റലിൽ കയറാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. HCA എന്ന റോളിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം ലൈസൻസ് ഇല്ലാണ്ട് നമുക്ക് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അവർ പറയുന്ന പീരിയഡിനുള്ളിൽ നമുക്ക് പിൻ നമ്പർ കിട്ടാം. അതിന് മുന്നേ നമ്മൾ OSCE പാസ്സാണ്. OSCE പാസ്സായാലും നമുക്ക് പിൻ നമ്പർ കിട്ടുള്ളൂ. OSCE പാസ്സാണ്. ഇങ്ങനെ ഇപ്പോൾ 3-4 അറ്റംപ്റ്റ് എന്തോ ഉണ്ട്. അപ്പം പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ട ഓപ്ഷൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ, MSc പഠിക്കാൻ പറ്റും? MSc നഴ്സിംഗ് ഇവിടെ പഠിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അഫ്കോഴ്സ് ഇവിടെ പഠിക്കാൻ പറ്റും. പക്ഷേ നാട്ടിൽ നിന്ന് നഴ്സിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് എന്നെ ചോദിച്ചിരിക്കുന്നത് MSc പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഇപ്പം ഓരോരുത്തർ എന്ത് പഠിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഒക്കെ ബേസിസിൽ പറയുകയാണെങ്കിൽ നാട്ടിൽ നഴ്സിംഗ് പഠിച്ച കുട്ടികൾ ഇവിടെ നഴ്സായിട്ട് വന്നതിന് ശേഷം ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത്രയും സ്കിൽസും ക്വാളിറ്റീസും കാണിച്ച് MSc പഠിക്കണം എന്നുള്ളൊരു ഓപ്ഷൻ കൊണ്ടുവന്നാൽ NHSലെ CPD ഫണ്ടിങ്ങിന്റെ ബേസിൽ നമുക്ക് MSc ഫ്രീ ആയിട്ട് NHSന്റെ കീഴിൽ പഠിക്കാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ CPD എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവർ ഫണ്ട് ചെയ്യും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നമുക്ക് MSc പഠിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നോക്കിയാലും നഴ്സുമാർക്ക് ബെനിഫിറ്റ് ആണ്. നമുക്ക് കാശ് കൊടുക്കാണ്ട് തന്നെ MSc പഠിക്കാം. MSc പഠിച്ച് ലൈക്ക് നമ്മുടെ ഏത് സ്പെഷ്യാലിറ്റിയിലാണ് നമുക്ക് പോകാൻ താല്പര്യം അവിടെ നമ്മൾ പോയി വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് എടുത്ത് നല്ല രീതിക്ക് വർക്ക് ചെയ്ത് കാണിക്കുവാണെങ്കിൽ നമുക്ക് MSc പഠിക്കാനുള്ള സ്കോപ്പ് അവർ തന്നെ തരും. അപ്പോൾ ഇതാണ് MSc പഠിക്കാനുള്ള വഴി. അല്ലാണ്ട് സ്റ്റുഡൻ്റ് ആയിട്ട് ഇരുന്നിട്ട് നഴ്സിംഗ് കഴിഞ്ഞു പക്ഷേ MSc പഠിച്ചിട്ട് കയറിയാൽ മതി എന്നുള്ളവർക്ക് MSc പഠിക്കാനായിട്ട് ഇവിടെ വരാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ എനിക്ക് കറക്റ്റ് MScയുടെ ഫീസ് എനിക്ക് എത്രയാണെന്ന് അറിയില്ല നഴ്സിംഗിന്. സോ MSc പഠിക്കാൻ പറ്റും കേട്ടോ. സ്റ്റുഡൻസ് ചോദിച്ചേക്കുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പാർട്ട് ടൈം ജോബ് ഇപ്പോൾ കിട്ടുമോ? ഇതിൽ ഞാനൊരു കാര്യം പറയാം. പാർട്ട് ടൈം ജോബ് ഇപ്പോൾ കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്ക് അറിയാവുന്ന എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ഫെബ്രുവരി ഇൻടേക്കിൽ വന്നവരാണ്. ഇതുവരെയും പലർക്കും പാർട്ട് ടൈം ആയിട്ടില്ല. അപ്പോൾ ഞാൻ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഐ വിൽ കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് പാർട്ട് ടൈം കിട്ടാൻ ഒരു പാടില്ലായിരുന്നു. എവിടെ വേണമെങ്കിലും നമുക്ക് പാർട്ട് ടൈം കയറാം. പക്ഷേ ഇപ്പോൾ എംപ്ലോയീസ് കൂടുതൽ നോക്കുന്നത് അവർക്ക് ഫുൾ ടൈമേഴ്സിനെയാണ് വേണ്ടത്, പാർട്ട് ടൈമേഴ്സിനെ അല്ല. പിന്നെ അതുമല്ലാണ്ട് നഴ്സിംഗ് പഠിക്കാൻ വരുന്ന കുട്ടിക്ക് ബാങ്കായിട്ട് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും, ബാങ്ക് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് HCA തന്നെ ആയിട്ടാണ് ബാങ്കായിട്ട് കയറുന്നത് വെച്ചാൽ
ഏജൻസി പോലെ. പക്ഷേ ആ NHSന്റെ ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും നമുക്ക് എന്താ ഏജൻസി പോലെ നമുക്ക് കയറാൻ പറ്റും. ലൈക്ക് ബാക്കി ഇപ്പം ഷിഫ്റ്റ് എടുക്കാൻ ആളില്ലാന്നുണ്ടെങ്കിൽ ആ ഷിഫ്റ്റ് നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെ ബാങ്കായിട്ട് ഹോസ്പിറ്റലിന്റെ കീഴിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരുപാട് നഴ്സിംഗ് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ മിക്ക ഹോസ്പിറ്റലുകളും എല്ലാം ഫില്ലാണ്. എല്ലാ സ്റ്റുഡൻസും അങ്ങനെ കയറുന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാരണം നമുക്കൊരു വർക്ക് എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ എൻവയോൺമെന്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് നഴ്സായിട്ട് കയറുമ്പോൾ ഒരു കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സ്റ്റുഡൻസ് ഫുൾ അങ്ങനെയാണ് കയറുന്നത്. അതുകൊണ്ട് പാർട്ട് ടൈം കുറച്ചധികം ബുദ്ധിമുട്ടാണ്. നമുക്ക് ഭയങ്കരമായിട്ട് തപ്പി പിടിച്ച് ഇതിനു വേണ്ടി എങ്ങനെ ഇരുന്നാലേ നമുക്ക് ഇപ്പോൾ പാർട്ട് ടൈം കിട്ടാൻ ഒരു എന്താ പറയുക ഒരു ചാൻസ് ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ NHSലെ ജോബ് കിട്ടുമോ എന്നാണ്. അതായത് ഇവിടെ നഴ്സിംഗ് പഠിച്ച കുട്ടികൾക്ക് പഠിച്ച ഉടനെ NHSൽ നഴ്സായിട്ട് കയറാൻ പറ്റുമോ, പിൻ നമ്പർ കിട്ടുമോ, അങ്ങനെയൊക്കെ ഉള്ള കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോടാണെങ്കിൽ പലരും ചോദിച്ചിട്ടുണ്ട് ഓസ്കി എഴുതണ്ടേന്നൊക്കെ. അപ്പോൾ എനിക്ക് ഓസ്കി ഉണ്ടായിരുന്നു. എൻ്റെ സെക്കൻഡ് ഇയറിലായിരുന്നു എൻ്റെ ഓസ്കി എക്സാം വന്നിട്ട് അത് ഞാൻ പാസ്സായിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ 3 വർഷത്തെ കോഴ്സിന്റെ ഇടയ്ക്കുള്ള ഒരു എക്സാം ആണ് എനിക്ക് ഓസ്കി. അപ്പം അതിന് ഞങ്ങൾക്ക് ഓൾറെഡി ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അവർ തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഹാർഡായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ഓസ്കി വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പെർഫോം ചെയ്തായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ കുറച്ച ഉടനെ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുഴപ്പമില്ല, നമുക്ക് കിട്ടും. കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, കിട്ടും. ലൈക്ക് നമ്മൾ കുറച്ചധികം സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ പാസ്സായി വരണം. എന്നാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ഒരു 3 വർഷം കഴിയുമ്പം ഇറ്റ് വിൽ ബി വെരി ടൈ ആൻഡ് ഹാർഡ്. ലൈക്ക് കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നഴ്സായിട്ട് കയറാനുള്ള ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം എൻ്റെ കൂട്ടത്തിൽ തന്നെ പലർക്കും ഓഫർ ലെറ്റേഴ്സ് പലയിടത്തു നിന്ന് കിട്ടി. അതായത് ഞങ്ങൾ 3rd ഇയർ തീരാറാവുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ പലയിടത്തും ജോബ് അപ്ലൈ ചെയ്തു തുടങ്ങി. അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ പലർക്കും ഒരുവിധം എല്ലായിടത്തൊക്കെ ഓഫർ ലെറ്റർ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല കേട്ടോ, ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് എൻ്റെ ഫ്രണ്ട്സിന് എന്താ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവർക്ക് ജോബ് കിട്ടിയോ അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ, അവരിനി PSW എടുക്കേണ്ടി വരുമോ, അതോ പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് വർക്ക് വിസയിലോട്ട് പോകുമോ, അത് എന്താണ് അവരുടെ അഭിപ്രായം എന്ന് കൂടി ഞാനിവിടെ എൻ്റെ വീഡിയോയുടെ സൈഡിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു തരാം. കാരണം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. അതപ്പോൾ നിങ്ങളിൽ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം ഒരു 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. കിട്ടില്ല എന്നല്ല, കിട്ടും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫീൽഡിൽ നമുക്ക് പെട്ടെന്നൊരു ജോലി പഠിച്ച ഉടനെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് നഴ്സായിട്ട് കയറാം, നഴ്സായിട്ട് ജോലി കിട്ടും. പക്ഷേ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി ഇല്ല. ചിലപ്പോൾ ചിലർക്ക് OT വർക്ക് ചെയ്യാൻ ഇഷ്ടമായിരിക്കും, ചിലപ്പം കാർഡിയോയിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമായിരിക്കും. അങ്ങനെ ഓരോ ഓപ്ഷൻ ഇല്ലേ, അത് കിട്ടത്തില്ല. നമുക്ക് ചിലപ്പം റാൻഡംലി അവർ തരുന്ന ഒരു സ്ഥലത്ത് കയറേണ്ടി വരും. അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ജോലി കിട്ടുന്നുണ്ട്, കറന്റ് ജോലി കിട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് തരണം, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചാണെങ്കിൽ കുറച്ച് പാടാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ 1 വർഷം മുമ്പ് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് ടഫെന്ന് പറഞ്ഞ ജോലി ഇപ്പോൾ കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ അങ്ങനെ കിട്ടുന്ന കാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ലൈക്ക് ഒത്തിരി ആപ്ലിക്കേഷൻ കൊടുത്താലാണ് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റിന് ഈ ഒരു സമയത്ത് ജോബിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ ബാൻഡ് 5 വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവർക്ക് NHSന് മൊത്തത്തിൽ ഫണ്ടിങ്ങിന്റെ ഇഷ്യൂവും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവർ മാക്സിമം ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കുറേ ട്രസ്റ്റ് ചെയ്യാൻ എടുക്കുന്നില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. സോ നമ്മൾ നന്നായിട്ട് അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യണം ഇപ്പോൾ കിട്ടാൻ. പക്ഷേ 2 വർഷം മുമ്പായിരുന്നെങ്കിൽ സുഖമായിട്ട് കിട്ടാൻ. ഇനിയിപ്പോൾ എന്തെങ്കിലും പാൻഡമിക് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഒബ്വിയസ്ലി ഉറപ്പായിട്ടും ഓപ്പർച്യൂണിറ്റീസ് കൂടും. ഈ ഒരു സ്ഥിതിക്കാണെങ്കിൽ കുറവാണ്. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് അത് ചിലപ്പോൾ കൂടിയും കുറഞ്ഞും വരാം. നമ്മൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താലാണ് ഇപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ട്രസ്റ്റിൽ ഞാൻ ആക്ച്വലി പ്ലേസ്മെന്റ് ചെയ്തത്. അപ്പം അവരെന്നെ എടുക്കാൻ ഓക്കെ ആയിരുന്നു. കാരണം ഓട്ടോമാറ്റിക്കലി കുറേ പേര് റിസൈൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അത് കാരണം പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇന്റർനാഷണൽ നഴ്സസിനേക്കാളും പ്രിഫറൻസ് ഇന്റേണൽ സ്റ്റുഡൻസിനാണ്. അത് തന്നെയാണ് അവരും പറഞ്ഞത്. അപ്പം ഇനി എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ വാർഡുകളിൽ കമ്പാരിറ്റീവ്ലി കുറവായിട്ട് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ICUവിലാണെങ്കിലും ചില ICUs ഇന്റർനാഷണൽ നഴ്സസിനെ ഡയറക്റ്റ്ലി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ കുറച്ച് ഒരു 6 months വാർഡ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൾ ട്രസ്റ്റും ആയിരിക്കും കുറച്ചും കൂടെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാനും കേട്ടത് കമ്പാരിറ്റീവ്ലി വാർഡുകളിൽ വേക്കൻസി എല്ലാം ഇതാണ് ഇന്റേണൽ ട്രാൻസ്ഫേഴ്സിനും പിന്നെ ഇന്റേണൽ സ്റ്റുഡൻസിനുമാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. ജൂനിയർ 2 ബാച്ചിനൊക്കെ എൻ്റെ ഇതിൽ കിട്ടാൻ ഇനിയും സാധ്യതകൾ കുറച്ച് കൂടിയുണ്ട്. ബട്ട് സ്റ്റിൽ അത് കഴിഞ്ഞിട്ടുള്ള ബാച്ചുകാർക്ക് സ്റ്റിൽ ഒരു സംശയമാണ്. കാരണം നമ്മുടെ ബാച്ചിട്ട് നല്ല രീതിയിൽ കുറേ ട്രസ്റ്റുകാർ സ്റ്റുഡൻസിനെ എടുക്കൽ കുറയ്ക്കുന്നുണ്ട്. പിന്നെ സർട്ടിനൊക്കെ പാടാണ്. വേക്കൻസി നടത്തും ചോദിക്കുമ്പോൾ കുറവാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ഒരു ഓഫർ എനിക്ക് വന്നു. ഞാൻ എടുത്തില്ല. നല്ല ഓപ്ഷൻ കണ്ടപ്പോൾ അവിടെ പോയി. പക്ഷേ അവിടെ വളരെ വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് അവർ ഓപ്പൺ ഡേ പോലും നിർത്തി വെച്ചതാണ് ഞാൻ കേട്ടെ. നഴ്സുമാർക്ക് ജോലി സാധ്യത എനിക്കൊന്നും കുറവായിരിക്കും. കാരണം ഇന്റർനാഷണൽ നഴ്സുമാർ ടെസ്റ്റുകളിൽ നിന്നൊക്കെ ഇന്റർനാഷണൽ നഴ്സുമാരെ ഇപ്പോൾ എടുക്കുന്നത് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നുള്ള ഹോം സ്റ്റുഡൻസും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെയും അവർ പ്ലേസ്മെന്റ് ചെയ്യുന്ന ടെസ്റ്റുകാരനെ എടുക്കാൻ നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനെ. അപ്പോൾ ഒബ്വിയസ്ലി ട്രസ്റ്റ് ഇന്റർനാഷണലിൽ നിന്നുള്ള ഓൾറെഡി നഴ്സുമാരായി നാട്ടിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരെ എടുക്കൽ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. ലണ്ടനിൽ മെയിനായിട്ട് ജോബ് വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി ബാൻഡ് 5 കുറവാണ്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ചില ട്രസ്റ്റ് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ചില ട്രസ്റ്റ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല PS കഴിഞ്ഞ അല്ലെങ്കിൽ ഇനി വരുന്ന സ്റ്റുഡൻസിന് PSW എടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം.
പക്ഷേ എനിക്ക് ഞാൻ പ്ലേസ്മെൻറ്റ് ചെയ്ത് ഹോസ്പിറ്റൽ ട്രസ്റ്റിൻ്റെ കണ്ടിൽ തന്നെയാണ് എനിക്ക് ഓഫർ കിട്ടിയത്. അപ്പോൾ അവർ സ്പോൺസർ ചെയ്യാൻ റെഡി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് PSW എടുക്കേണ്ട ആവശ്യം വന്നില്ല. ഞങ്ങളുടെ ട്രസ്റ്റ് പറഞ്ഞേക്കുന്ന ഇന്റർനാഷണലി ഒരു സെറ്റ് ഓഫ് നഴ്സുമാരെ നാട്ടിൽ നിന്നും ഇപ്പോൾ ഫിലിപ്പീൻസിൽ നിന്നൊക്കെ ഒരുപാട് നഴ്സുമാരെ എടുക്കുന്നുണ്ടായിരുന്നു. അത് അവർ കുറച്ചൊന്നും ഞങ്ങളുടെ ട്രസ്റ്റ് പറഞ്ഞു. അവർ മാക്സിമം ട്രസ്റ്റ് ട്രെയിൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്, അവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം കറന്റ് വേക്കൻസി കുറവാണ്. കുറച്ച് പിള്ളേർ ചോദിച്ചിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, പക്ഷേ പലയിടത്തും കിട്ടുന്നില്ല, പലയിടത്തും ഇങ്ങനെ ക്ലോസ് ആയെന്നാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ട്യൂട്ടറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനും പറഞ്ഞത് ഇങ്ങനെയാണ്, ലൈക്ക് ഞാൻ ഇവിടെ സൈഡിൽ പുള്ളിക്കാരൻ പറഞ്ഞതും കൂടി കൊടുത്തേക്കാം. എൻ്റെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഇപ്പോഴും സീറ്റ് ഉണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷേ പല യൂണിവേഴ്സിറ്റിയിലും സീറ്റ് ഇല്ല, ക്ലോസ് ആയി എന്നാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേരെ വിഷമിക്കേണ്ട, ഇനി ഇൻടേക്സ് വരും, നിങ്ങൾക്ക് അതിൽ എന്താ കയറിപ്പോൾ അപ്ലൈ ചെയ്യാം കേട്ടോ. As far as I know, and I'm not speaking for the university, but you know, just from my understanding of it, there are courses in adult nursing that are not filled up to the maximum number that we might expect. So there are vacancies, and generally universities find international students to be attractive because you pay more money for your courses, and so that's better for the university. So I know some universities are filled up in terms of their nursing courses. There'll always be an interview, there'll always be a test of your suitability. But actually, I think there are still vacancies even for this September. So you know, it's a possibility for everybody. ഫൈനൽ ക്വസ്റ്റ്യൻ, ഇവിടുത്തെ സ്റ്റുഡൻറ് ലൈഫ് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ 3 വർഷം സ്റ്റുഡൻ്റ് ആയിട്ട് നിന്നാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വരുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ പറയുവാണ്, ഭയങ്കര അടിപൊളിയായിരിക്കില്ല. ഒരുപാട് ചാലഞ്ചസ്, അത് പ്രത്യേകിച്ച് നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കാൻ വരുവാണെങ്കിൽ നമ്മൾ അത്രയും ആ കോഴ്സിന് വേണ്ടി നമ്മൾ നിൽക്കണം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. ഒരുപാട് നമുക്ക് പഠിക്കുന്നതാണെങ്കിലും നമ്മൾ പ്ലേസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാർട്ട് ടൈമിന് പോകണം. വി വിൽ ബി സോ മച്ച് ടയർഡ്. നമ്മൾ നല്ല രീതിക്ക് ടയർഡ് ആകും, ഭയങ്കരമായിട്ടുള്ള ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യും. അങ്ങനെ കുറേ പേര് ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന ഇവിടെ ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം സ്റ്റുഡൻറ്റ് അതായത് 3 വർഷം ബാച്ചിലേഴ്സ് പഠിച്ച സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലൈഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്യാം, ലൈക്ക് 2 or 3 സെൻറ്റൻസിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. കുറച്ചധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒരുപാട് ലൈക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നഴ്സിംഗ് ഇവിടെ പഠിക്കാൻ വരുന്നതാണെങ്കിലും 3 വർഷത്തെ ബാച്ചിലേഴ്സ് പഠിക്കാൻ വരുന്ന കുട്ടികളാണെങ്കിൽ ലൈക്ക് ഫുൾ കംപ്ലീറ്റ് ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് വരണ്ട. എക്സ്പെക്ടേഷൻ അങ്ങ് ഹൈ പീക്കിൽ വെക്കേണ്ട. ഒരുപാട് ചാലഞ്ചസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കാനുള്ളത്, വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഡ്രസ്സ് കൊണ്ടുവരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആവശ്യമായിട്ട് കൊണ്ടുവരേണ്ട കാര്യം മെഡിക്കേഷൻസ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും അസുഖം വരാൻ ചാൻസ്, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് മുറയ്ക്ക് വന്നു പോകണമെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള കൊച്ചു കൊച്ചു മരുന്നുകൾ കാര്യങ്ങളൊക്കെ പ്രിസ്ക്രിപ്ഷനോടുകൂടി കൊണ്ടുവരാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. അതിപ്പം നഴ്സായിട്ട് ഇവിടെ NHS വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ ആരായിക്കോട്ടെ, ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും സീരിയസ് ആണ്. എന്നാൽ നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടും. എന്നാൽ കൂടെയും അത്രയും ഒരു ഇമ്പോർട്ടൻസ് ആസ് എൻ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എനിക്ക് ഇവിടെ പറയാനായിട്ട് എന്റെ കൂടെ നിൽക്കാനോ ഒന്നിനും നമുക്ക് ആരും ഇല്ല, നമ്മൾ തന്നെ വന്നവരാണ്. അപ്പം അങ്ങനെ ഒരു ഒറ്റയ്ക്കും കൂടി വന്ന ഒരു സാഹചര്യം കൂടെ ആയതുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരും കാണത്തില്ല. അപ്പം നമുക്ക് ഒട്ടും ഞാൻ ഉൾപ്പെടെ എന്ന് വെച്ചാൽ നമുക്ക് ആംബുലൻസ് വിളിച്ചിട്ട് ഇവിടെ നിന്ന് ആശുപത്രിക്ക് പോകേണ്ട അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു തലയിൽ നിന്നൊരു ചതിലൊന്നും ഓടി നമുക്ക് ഡോക്ടറിനെ കാണൽ ഇവിടെ നടക്കുന്ന കേസല്ല. അതുകൊണ്ട് മെയിൻ നമ്മൾ ഇത്രയും സ്ട്രെസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫിസിക്കലി മെന്റലി നമ്മൾ കുറച്ച് വയ്യാണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യും. ഈ ഫുഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേർക്ക് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ക്ലൈമറ്റ് ഇവിടുത്തെ വ്യത്യാസമുണ്ട്. അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ട്. അതിന് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു ചടങ്ങാണ്. ആസ് എ നേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്കിവിടെ വർക്ക് ചെയ്യാൻ, എനിക്ക് അത്യാവശ്യം നാട്ടിൽ നിന്നേക്കാളും നല്ല രീതിക്ക് സാലറി ഏൺ ചെയ്യാൻ എന്നൊക്കെ ഉള്ളതല്ലാണ്ട് ആസ് എ പേഷ്യന്റ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ പേഷ്യന്റ് ആയിട്ട് ഞാനൊരു ഏകദേശം 8 monthsോളം ഞാൻ ഔട്ട് പേഷ്യന്റ് ആയിട്ട് ഞാൻ ഒരുപാട് കെയർ തന്നിട്ടുണ്ട്. ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാനും എന്നെ ഞാൻ തന്നെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ. അതുകൊണ്ട് ഒരു ഇതിന്റെ ഉടുപ്പ് കൊണ്ടുവരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞു പനിയോ അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് നോക്കി വരുന്നുണ്ടെങ്കിൽ അതിനുള്ളത് പ്രിസ്ക്രിപ്ഷനോടുകൂടി മെഡിസിൻസ് കൊണ്ടുവരിക. പ്രിസ്ക്രിപ്ഷൻ എടുക്കുക. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ അത് അവർ കടത്തി വിട്ടില്ല നമ്മുടെ മെഡിസിൻസ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. പക്ഷേ വി വിൽ ബി ബോൾഡ്. നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് ബോൾഡ് ആകും, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമ്മൾ പഠിക്കും. സോ സ്റ്റുഡന്റ് ലൈഫ് ഇറ്റ് ഇസ് ഒരു ബേസ് നോക്കുമ്പോൾ ഇറ്റ് ഇസ് ഹാപ്പി, ബട്ട് വേറൊരു കൈൻഡ് നോക്കുമ്പോൾ വി ഹാവ് എ ബിറ്റ് ഓഫ് ചാലഞ്ചസ് ടു ഫേസ്. സോ രണ്ടും ഉണ്ട്. ഒബ്വിയസ്ലി എന്തെങ്കിലും എടുത്താലും കുറെ നല്ലതും ചീത്തയും അല്ലെങ്കിൽ വിഷമം വരുന്നതും സന്തോഷം വരുന്നതും കാര്യങ്ങളുണ്ടാവും. സോ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. പിന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.